നമസ്കാരം. ഡോക്ടർ നിരഞ്ജന ഫോർ ദ റൈറ്റ് ഗൈഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ കുറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എന്നോട് കുറേ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഞാൻ നേഴ്സിംഗ് പ്രൊഫഷൻ ഉപേക്ഷിച്ചത്, സിവിൽ സർവീസ് എന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്തില്ല, റേക്കിയിലേക്ക് അതിനു മാത്രം ടേൺ ചെയ്യാൻ പറ്റുന്ന എന്ത് ലൈഫ് ട്രാൻസ്ഫോർമേഷനാണ് നടന്നത്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് വന്നു. അതുകൊണ്ടാണോ, റേക്കിയിലാണോ ബെനിഫിറ്റ് കൂടുതൽ, എന്ത് ബെനിഫിറ്റാണ് റേക്കിയിൽ ഏറ്റവും കിട്ടിയത് എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് വന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്ത് മാറ്റങ്ങളാണ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞത് റേക്കി എങ്ങനെയാണ് എൻ്റെ ലൈഫിലേക്ക് വന്നത്, റേക്കി ഞാൻ എങ്ങനെയാണ് ട്രസ്റ്റ് ചെയ്ത് തുടങ്ങിയതെന്നൊക്കെയായിരുന്നു. അപ്പോൾ ഇനി എൻ്റെ ലൈഫ് ഇനി എങ്ങനെയാണ് റേക്കി മാറ്റിമറിച്ചതെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കണം. അത് എന്തൊക്കെ മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നത് എന്ന് പറയുന്നതിന് മുമ്പ്, നിങ്ങൾ റേക്കി വരുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു എന്ന് കണ്ട് നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കി ഇതിലേക്ക് കടക്കാം. അപ്പം ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ എൻ്റെ ബിഫോർ റേക്കിയാണ്. ഞാൻ റേക്കിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരവസ്ഥയാണത്. ഒരു സൂയിസൈഡൽ പോയിന്റിൽ നിന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ ചേർത്ത് പിടിച്ച്, അവളുടെ മകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. സോ അവിടെ നിന്നും കുറച്ച് നാളിന് ശേഷമാണ് റേക്കി പിന്നീട് വരുന്നത്. അപ്പോൾ അത്രയും മോശം അവസ്ഥയായിരുന്നു എൻ്റേത്. അതായത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് പാടെ തകർന്നു പോയൊരു ജീവിതമാണ് അത്. ഏകദേശം ഒരു 18 വർഷത്തോളം ഉണ്ടായിരുന്നൊരു പ്രണയ വിവാഹ ജീവിതം. അപ്പം ഞാൻ റേക്കി വന്നതിന് ശേഷം എന്താണ് ഒരു മാറ്റം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നോ അക്സെപ്റ്റ് ചെയ്യാനും റിജക്ഷൻ അക്സെപ്റ്റ് ചെയ്യാനും റിയാലിറ്റി എന്താണെന്ന് തിരിച്ചറിയാനുമുള്ള ഒരു മെൻ്റൽ കപ്പാസിറ്റി എനിക്കുണ്ടായി. അവിടെയാണ് ഞാൻ റൈറ്റ് ഡിസിഷൻ എടുക്കുന്നത്. കാരണം ഞാൻ വളരെയധികം അഡിക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ബന്ധമായിരുന്നു അത്. ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപോകാൻ കഴിയില്ല എന്ന് ഞാൻ സ്വയം വിശ്വസിച്ചിരുന്ന കാലമായിരുന്നു. അവിടെയാണ് ഞാൻ റേക്കി വന്നതിന് ശേഷം ഉണ്ടായ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എനിക്കത് വേണ്ട, അതെനിക്ക് റോങ് ആണ്, എൻ്റെ ജീവിതം തന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതവും എനിക്ക് നഷ്ടപ്പെടും എന്നൊരവസ്ഥ തിരിച്ചറിഞ്ഞ് ഞാൻ ആ ബന്ധം വേണ്ട എന്ന് വെച്ചു പൂർണ്ണമായിട്ട്. അതാണ് റേക്കി വന്നതിന് ശേഷം ആദ്യം എടുത്ത ഡിസിഷൻ. അത് കഴിഞ്ഞ് എൻ്റെ എഡ്യൂക്കേഷൻ, കാരണം പയ്യെ പയ്യെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ അവിടെ നിന്നും മാറി തുടങ്ങി. ഞാൻ എന്താണ് ശരി, എന്താണ് തെറ്റ്, കൂടെ നിൽക്കുന്ന ആരൊക്കെയാണ് ചിരിച്ചുകൊണ്ട് കൂടെ നിന്ന് നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിൽ വളരെയധികം വിഷം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ റേക്കി ഒന്നൊന്നായിട്ട് തെളിവ് സഹിതം എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തന്നു. അത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് അല്ല കേട്ടോ. റേക്കി പഠിച്ച എൻ്റെ പല സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ് ആണ് ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ആൾക്കാരെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളത്. അങ്ങനെ എന്നെ ചതിക്കുന്ന, ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങി. അങ്ങനെ എന്താണ്, ആരെയാണ് ചേർത്ത് പിടിക്കേണ്ടതെന്നും ആരെയാണ് ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടതെന്നും ഞാൻ മനസ്സിലാക്കി തുടങ്ങി. പിന്നീട് എൻ്റെ എഡ്യൂക്കേഷനിലേക്ക് തിരിഞ്ഞു ഞാൻ. കാരണം ഞാൻ GNM നേഴ്സായിരുന്നു, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് BSc കംപ്ലീറ്റ് ചെയ്തു, MSc കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം സ്പിരിച്വാലിറ്റിയിൽ പല മേഖലകളിലും ഞാൻ പഠിച്ചു. കാരണം റേക്കി വന്നതിന് ശേഷം ആണ് ടാരോ വരുന്നത്. ടാരോയും റേക്കിയും എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ്. എന്താണെന്ന് അറിയാതെ ഞാൻ അതിലേക്ക് എത്തപ്പെട്ടതാണ്. അതിനുശേഷമാണ് ന്യൂമറോളജി ആണെങ്കിലും വാസ്തുവാണെങ്കിലും ക്രിസ്റ്റൽ ഹീലിംഗ് തെറാപ്പി ആണെങ്കിലും ഒക്കെ പഠിക്കുന്നതും. പിന്നീട് ഇതിലേക്ക് തിരിഞ്ഞപ്പം വളരെയധികം ഇൻട്രസ്റ്റഡ് ആയി. ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഈ കോഴ്സുകളൊക്കെ പഠിക്കണമെന്നും അത് മറ്റുള്ളവരിലേക്കും അതേ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ എത്തിക്കണം എന്നുള്ളതും ഒക്കെ ഒരു ആഗ്രഹമായിട്ട് വന്നു. അങ്ങനെ എഡ്യൂക്കേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ MSc പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. നേഴ്സിൽ നിന്ന് ലെക്ചർ പോസ്റ്റിലേക്ക് വന്നു. അതിനുശേഷം ഇപ്പം ക്ലിനിക്കൽ സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നവംബറിൽ കഴിയുമ്പോഴത്തേനും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് എനിക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. ഇനി ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ റേക്കി വന്നതിന് ശേഷം കുറേ തവണ മരണത്തെ മുമ്പിൽ കണ്ട ഒരു വ്യക്തിയാണ്. അങ്ങനെ മരണഭയം തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരാളാണ്.
അവിടെ നിന്ന് വളരെ അത്ഭുതകരമായിട്ടാണ് ഞാൻ ഓരോ സിറ്റുവേഷനിലും രക്ഷപ്പെട്ടു വന്നിട്ടുള്ളത്. അപ്പം ഇതില് എനിക്ക് ഹെൽത്ത് വൈസ് ആണെങ്കിലും വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഞാൻ തോന്നിയിട്ടുണ്ട്. പല സിറ്റുവേഷനിലും മിറാക്കിൾസ് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഫിനാൻസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ലൈഫിലേക്ക് വന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ഫിനാൻസ് ഇപ്പം ഒരു ബാങ്ക് അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫണ്ട് വരിക, ലോട്ടറി അടിക്കുക, അതൊന്നുമല്ല. നമുക്ക് ഏൺ ചെയ്യാനുള്ള മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് വരിക, അതിന് നമ്മളെ കേപ്പബിൾ ആക്കുക, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടിത്തരിക. ഇതൊക്കെ റേക്കിയിലൂടെയാണ് ഞാൻ നേടിയത്. അതിനുശേഷമാണ് ഞാൻ എൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതും പിന്നീട് പല ബിസിനസ്സിലേക്ക് ഞാൻ തിരിയുന്നതും ഒക്കെ. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഒരു ബെറ്റർ വേർഷനെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഉള്ളിലെ ക്രിയേറ്റീവായുള്ള കഴിവുകളെ കണ്ടെത്താനും എൻ്റെ പാഷനെ ചേസ് ചെയ്യാനും എന്താണ് എൻ്റെ ലൈഫ് പർപ്പസ്, എന്ത് കർമ്മയാണ് ഞാൻ ക്ലിയർ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ ഫോർഗീവ് ചെയ്യേണ്ടത് എന്നെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് റേക്കിയിലൂടെയാണ്. അതുപോലെ തന്നെ മുമ്പോട്ടുള്ള ഓരോ സ്റ്റെപ്സ് വെക്കുമ്പോഴും ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷനോട് കൂടി, ഒരു കോൺഫിഡൻസോട് കൂടി എനിക്ക് മുമ്പോട്ട് സഞ്ചരിക്കാൻ കഴിയുന്നതും റേക്കി ഒപ്പം ഉള്ളത് കൊണ്ടാണ്. ഇതിലെല്ലാം ഉപരി ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഒരു വ്യക്തി ഇമോഷണലി, മെൻ്റലി, ഫിസിക്കലി ഡൗൺ ആയിട്ടിരിക്കുമ്പോഴാണ് അവൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്. അത് അവരുടെ ഓറ നെഗറ്റീവായിട്ടിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവരുടെ എനർജി ലോ ലെവലിൽ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ റേക്കിയിലൂടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനർജി വൈബ്രേഷൻസ്, എനർജി, നമ്മുടെ ഓറ എല്ലാം വളരെയധികം പോസിറ്റീവ് ആവും. അതോടൊപ്പം തന്നെ അവൻ്റെ ഉള്ളിലാണ്, അതായത് ഒരു വ്യക്തിയുടെ ഉള്ളിലാണ് ഈ എനർജി വൈബ്രേഷൻസ് ഒക്കെ പോസിറ്റീവ് ആവുന്നത്, ക്ലിയറൻസ് സംഭവിക്കുന്നത്. അപ്പോൾ അവൻ്റെ ചുറ്റുമുള്ളത് പോസിറ്റീവായിട്ട് വരും. നല്ല നല്ല റിലേഷൻഷിപ്സ് നമ്മളിലേക്ക് വരിക, ഫിനാൻഷ്യൽ അബണ്ടൻസ് വരിക, മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടി നമുക്ക് മുമ്പോട്ട് സഞ്ചരിക്കാൻ, റൈറ്റ് ഡിസിഷൻ എടുക്കാൻ സാധിക്കുക. ഇതെല്ലാം നമുക്ക് റേക്കിലൂടെ സാധിക്കും. അപ്പം എൻ്റെ ജീവിതത്തിലും എന്നിലേക്ക് വരുന്ന ക്ലയൻസിനും ഞാൻ ഇതിലാണ് ഗൈഡൻസ് കൊടുക്കുന്നത്, ഇതിലൂടെയാണ് ഗൈഡൻസ് കൊടുക്കുന്നത്. ഓവറോൾ റേക്കി എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഡിവൈൻ പ്രൊട്ടക്ഷൻ എനർജിയാണെന്നും ഒരു പോസിറ്റീവ് എനർജിയാണെന്നും അതൊരു ലൈഫ് ചേഞ്ചിങ് ടൂൾ ആണെന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ എൻ്റെ ആ ഒരു ഫോട്ടോ കാണിച്ചത്, എൻ്റെ തന്നെ ജീവിതം ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് മറ്റുള്ള സബ്ജക്റ്റുകളെ, അതായത് ആസ്ട്രോളജിക്കൽ മറ്റുള്ള സബ്ജക്റ്റുകളെക്കാൾ കൂടുതൽ, റെമഡീസിനേക്കാൾ കൂടുതൽ ഞാൻ റേക്കിയെ പ്രൊമോട്ട് ചെയ്യുന്നതും ക്രിസ്റ്റൽസ് സജസ്റ്റ് ചെയ്യുന്നതുമൊക്കെ. കാരണം എന്താണോ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചത്, എന്താണോ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് വന്നത്, എന്താണോ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തത്, അതാണ് ഞാൻ എന്നിലേക്ക് വരുന്ന ക്ലയൻസിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്യാറ്. അത് തന്നെയാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നത്. എവിടെ നിന്നാണെങ്കിലും, ഏത് മാസ്റ്റേഴ്സിൽ നിന്നാണെങ്കിലും, ലൈഫിൽ ഒരാളെങ്കിലും, ഫാമിലിയിൽ ഒരാളെങ്കിലും റേക്കി പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇന്ന് എനിക്ക് ഒരുപാട് പേരെ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 2020 ഞാൻ റേക്കി പഠിക്കുന്നത്. 2020 റേക്കി പഠിച്ചതിന് ശേഷം ഞാൻ 5 വർഷവും എന്നിൽ തന്നെയായിരുന്നു അതൊരു റിസർച്ച് എക്സ്പെരിമെൻ്റ് ഞാൻ നടത്തിയിരുന്നത്. അങ്ങനെ സെൽഫായിട്ട് ജീവിതം റേക്കിയിലൂടെ മാറ്റി ലൈഫ് എക്സ്പീരിയൻസ് വന്നതിന് ശേഷമാണ് ഞാനത് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്തത്. എൻ്റെ ജീവിതം ഞാനൊരു എക്സാമ്പിൾ ആക്കിക്കൊണ്ടാണ് എൻ്റെ മുമ്പിൽ വരുന്ന ഓരോ ക്ലയൻസിനും ഞാൻ ഗൈഡൻസ് കൊടുക്കുന്നത്. അതിപ്പം ഞാൻ സഞ്ചരിച്ചു പോയ പല സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരുപാട് ക്ലയൻസിനെ ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും പഠിച്ച വിദ്യകളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും എനിക്ക് അവരെ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നതും അവരെ കേൾക്കാൻ സാധിക്കുന്നതും, കാരണം അവരൊക്കെ ഒരുപാട് ഹാപ്പിയാണ് ഒരാളെ കേൾക്കാൻ ഞാൻ
ഇരിക്കുമ്പോൾ അവരവരുടെ വിഷമങ്ങൾ എന്നോട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് അവർക്ക് സജഷൻസ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നതും ഒക്കെ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ്. അത് റേക്കിയിലൂടെയാണ് സാധിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റേക്കി എന്ന് പറയുന്നത് ഓവറോൾ എൻ്റെ ഒരു ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു എന്ന് വേണം പറയാൻ. ഒരു മേഖലയിൽ മാത്രമല്ല, എൻ്റെ മെൻ്റൽ, ഇമോഷണൽ, എൻ്റെ ഫിസിക്കൽ, എൻ്റെ ഫിനാൻഷ്യൽ, സ്പിരിച്വൽ, ഇൻ്റലക്ച്വൽ എല്ലാ തലങ്ങളിലും അത് മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഏറ്റവും ബെറ്റർ വേർഷനിലേക്ക് എന്നെ കൊണ്ടുവന്നെത്തിച്ചു. ഇതൊരു കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഞാനൊരു ബുക്ക് എഴുതുന്നുണ്ട് എൻ്റെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറിയെ കുറിച്ചിട്ട്. അതിൽ ഇക്കാലം അത്രയും നടന്ന എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ ഞാൻ എഴുതും. അപ്പം അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം ഇതൊക്കെയാണ് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ റേക്കി കൊണ്ടുവന്ന മാറ്റങ്ങൾ. പിന്നീട് ഞാൻ നേഴ്സിംഗ് പ്രൊഫഷൻ മാത്രമാണ് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തത്. 13 വർഷം ഞാൻ നേഴ്സായിട്ട് തന്നെയായിരുന്നു വർക്ക് ചെയ്തത്. പക്ഷേ മെഡിക്കൽ പ്രൊഫഷൻ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ ലെക്ചറായിട്ട് തന്നെ തുടരുന്നുണ്ട്. സിവിൽ സർവീസ് എനിക്ക് ഏജ് ലിമിറ്റ് ആയപ്പോഴാണ് എനിക്കത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ആയത്. അപ്പം എൻ്റെ പ്രൊഫഷനും മെഡിക്കൽ പ്രൊഫഷനും ഒന്നും ഉപേക്ഷിച്ചിട്ടല്ല ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. എല്ലാം ഉണ്ട്, ബിസിനസ്സും ഒക്കെ ഇതിൻ്റെ സൈഡിൽ പോകുന്നുണ്ട്. അതിനിടയിൽ സമയം കണ്ടെത്തിയിട്ടാണ് ഞാൻ ക്ലയൻസിന് കൺസൾട്ടേഷൻസ് കൊടുക്കുന്നതും അവരെ കേൾക്കാനിരിക്കുന്നതും ഹീലിംഗ് ആണെങ്കിലും പഠിപ്പിക്കുന്നതും ഒക്കെ. അപ്പം ഇതെല്ലാം എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതും ഒരു വലിയ കാര്യമാണ്. അപ്പം ഇതെല്ലാം എനിക്ക് മുമ്പോട്ട് ചെയ്തു കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം റേക്കിയിലൂടെ തന്നെയാണ് സാധ്യമാവുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. സോ എൻ്റെ ജീവിതം കൊണ്ട് തന്നെയാണ് ഞാൻ മറ്റുള്ളവർക്ക് റേക്കിയിലൂടെ വന്ന മാറ്റങ്ങളിലൂടെ ഞാൻ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നത്. ഇതാണ് വളരെ ചുരുക്കത്തിൽ പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതുവരെ എന്നെ കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.